അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹലോ റമദാൻ കരീം. അങ്ങനെ 4ാമത്തെ നോമ്പ് തുറയിലേക്ക് നമ്മൾ പോവുകയാണല്ലേ. എല്ലാവരും നോമ്പായിട്ട് എങ്ങനെ സുഖമാണോ, റാഹത്താണോ? നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. വിളിച്ചു പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ നോമ്പ് തുറ പറഞ്ഞ പോലെ തന്നെ ഒരു സ്നാക്ക് ഐറ്റം ഉണ്ട്, പിന്നെ ഒരു നാസ്തയും കൂൾ ഡ്രിങ്ക്സും ആണ് ആക്കിയത്. അപ്പോൾ ആദ്യം തന്നെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഉള്ളൊരു പണി അതാണ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നാസ്തക്കുള്ളത് എന്താണെന്ന് ആലോചിച്ചിട്ട് അതാണ് ആദ്യം ചെയ്ത് വെക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് പച്ചരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പറയും മൂടിപ്പത്തിൽ എന്നാ പറയുക, ചിലർ ഓട്ടട എന്ന് പറയും, ചിലർ കലക്കി ചുട്ടത് എന്ന് പറയും, നീർദോശ എന്ന് പറയും. അപ്പോൾ രാത്രിക്കേക്ക് നാസ്തക്ക് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പച്ചരി കുതിർത്ത് വെച്ചത്. നന്നായി കഴുകിയിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഇട്ടങ്ങ് കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ ഇത് ഞാനിപ്പം ബ്രെഡിന് വേണ്ടി കുഴച്ച് വെച്ചതാണ്. ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ. ബ്രെഡ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ ബ്രെഡ് ഇല്ലാത്ത ടൈമിൽ ഇതേപോലെയും ഉണ്ടാക്കുക. എന്തായാലും മൈദയും ഈസ്റ്റും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഞാൻ കുറച്ച് റവയും കൂടെ ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണിത്. ബ്രെഡിൻ്റെ കൂട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു 3-4 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കുഴക്കുന്നത് പറയാണ്ട് നിന്നത്. ഇതിപ്പോൾ ഒരു 1-2 മണിക്കൂർ അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് പൊങ്ങി വരും. അപ്പോൾ റവ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റിഫ്നെസ് കിട്ടും. പിന്നെ ഇതിപ്പം ആ ഒരു പോക്കറ്റിലേക്ക് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ചിക്കനാണ് ഞാനിത് വേവിക്കാൻ വെച്ചത്. ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഈ ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ മസാല മാത്രമായിട്ട്, ആ ബ്രൗൺ കളറിൽ മസാല മാത്രമായിട്ട് ഫില്ല് ചെയ്യുക, അതല്ല വൈറ്റ് കളറിൽ ഫില്ല് ചെയ്യുക. അപ്പം ഞാനിത് മയണൈസ് കൂടെ മിക്സാക്കിയിട്ട്, ചിക്കനും മയണൈസും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ മിക്സാക്കിയിട്ട് അങ്ങനെയാണ് ഈ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്ന ഒരു 3-4 തരത്തിലുള്ള റെസിപ്പീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എഗ്ഗ് മാത്രം ഇട്ടിട്ടുള്ള അങ്ങനെയുണ്ട്, എഗ്ഗും മിൽക്കും ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പിന്നെ എഗ്ഗും മിൽക്കും ഒന്നും ഇല്ലാണ്ട് വെറും പൊട്ടേറ്റോ മാത്രമാക്കിയിട്ട് ഈ വെജിറ്റേറിയൻസ് ഉണ്ടല്ലോ, മുട്ടയൊന്നും കൂട്ടാത്ത ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പൊട്ടേറ്റോ വെച്ചിട്ടും ഞാൻ അങ്ങനെ മയണൈസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. വേണ്ടവരൊന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്താൽ മതി. ഓയിലും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അങ്ങ് തിക്കായി വന്നോളും. പിന്നെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് കേടാവാണ്ട് കിട്ടും. അപ്പം അങ്ങനെ മയണൈസ് ഉണ്ടാക്കിയ അതേ മിക്സി ജാറിൽ തന്നെ ഞാനിപ്പം വേവിച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ പിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുമ്പം എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ പോലെ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കിട്ടുക. അത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിപ്പം കുറച്ച് വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഇപ്പം ഞാൻ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, കുറച്ച് സവാള, കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് മല്ലിയിലയും, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ആദ്യം വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഇതിലേക്ക് എനിക്ക് കുക്കുംബർ കിട്ടിയിട്ടില്ല, കക്കിരി കിട്ടിയിട്ടില്ല, ഇവിടെ എവിടെയും ഷോപ്പിലില്ല. അപ്പോൾ കിട്ടുവാണെങ്കിൽ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ല സാധനമാണ്. കാരണം മയണൈസിൻ്റെയും ചിക്കൻ്റെയും കൂടെ കുക്കുംബറിൻ്റെ ആ ഒരു ടേസ്റ്റും വരുമ്പം അടിപൊളിയായിരിക്കും. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ചേർക്കുന്നില്ല, കുറച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഫില്ലിങ് കണക്കായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മയണൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ മയണൈസിൻ്റെ അളവ് ഒരുപാടങ്ങ് കൂടിപ്പോകണ്ട. അപ്പം നമുക്ക് തിന്നുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നും. അതുകൊണ്ട് ഇതൊന്ന് പിടിച്ച് നിൽക്കുന്ന കണക്കിനുള്ള മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്രെഡിൻ്റെ കൂട്ട് കണ്ടോ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റാണ്. പക്ഷേ റവ ചേർത്തത് കൊണ്ട് ഒരുപാടങ്ങ് സോഫ്റ്റ് ആവണമെന്നില്ല. സ്റ്റിഫ് ആവാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൂടെ അവിടെ ഇരുന്നങ്ങ് പൊങ്ങി വരട്ടെ. ഈ സമയത്തേക്ക് ഞാനിപ്പം ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് കുറച്ച് സാബുനരി ഒന്ന് കുതിർത്തിട്ട് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇതിപ്പം നമ്മുടെ കസ്കാസാണ്. അപ്പം ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ആപ്പിൾ ഉണ്ട്, ഒരു മാംഗോ ഉണ്ട്,
പിന്നെ പാല് വേണം. അപ്പോൾ അത് കാച്ചൊന്നും ചെയ്യണമെന്നില്ല. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്ത പാലായാലും മതി. ഇനിയിപ്പോൾ കാച്ചിയിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചാൽ അതും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ വെന്ത് വന്നിട്ടുള്ള സാബൂൻ 2 ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കളറ്, കുറച്ച് പിസ്ത കളറും കുറച്ച് സ്ട്രോബെറീൻ്റെ കളറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും. ലാസ്റ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ കൂട്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നപ്പം ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്താ പറയേണ്ടത്, നന്നായിട്ട് വലുതായിട്ട് തന്നെ ഒന്നങ്ങ് പരത്തിയിട്ട് ചെറിയ 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 പൂരീൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയൊന്നും ഒരുപാട് കുടിക്കുകയൊന്നുമില്ല. പിന്നെ ഓവണൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പം ഞാനിതിപ്പം വലുതായിട്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് നേർമയാക്കണ്ട, എന്നാൽ ഒരുപാട് തടിയും വേണമെന്നില്ല. കാരണം ഇത് വെച്ച് വെച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തടി വന്നോളും. പിന്നെ ഇത് ഓരോന്നായിട്ട് പരത്തുന്നതാണെങ്കിൽ ചെറിയ ചെറിയ പൂരീൻ്റെ ബോൾസ് എടുത്ത് അങ്ങനെ പരത്തിയാൽ മതി. അപ്പോൾ ഞാനിതിപ്പം ഇങ്ങനെ റൗണ്ടായിട്ടുള്ളൊരു കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പുട്ടിൻ്റെ മൂടിയാണ്, പുട്ട് മേക്കറിൻ്റെ മൂടിയാണ്. അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ ഈ ഒരു തടിയിലാണ് ഞാനിപ്പം പരത്തിയെടുത്തത്. ഇത് പിന്നെ ഇങ്ങനെ നിന്ന് വരുമ്പോൾ തന്നെ ഒന്നങ്ങ് തിക്കായിട്ട് ഒന്ന് തടിയായിട്ട് വന്നോളും. പിന്നെ ഇങ്ങനെ ഒരുമിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ഒരേ സൈസിൽ തന്നെ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലുതായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതിപ്പം റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന എക്സ്ട്രാ പീസസ് പിന്നെയും ഒന്നും കൂടെ ഉരുട്ടി പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പം നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ വലിയ ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ 1 2 3 ഒക്കെ ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പൂരി പൊരിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ച് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പം റവ ചേർത്തത് കൊണ്ട് അത്ര അങ്ങ് സോഫ്റ്റായി പോയ പോലെ ഉണ്ടാവില്ല, കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും. അപ്പം എന്താ പറയുക, എനിക്ക് ക്യാമറ നിങ്ങൾക്ക് വെന്ത് വന്നോ എന്ന് കാണാൻ മനസ്സിലാകുന്നില്ല, കളറുണ്ടോ എന്നുള്ളത്. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരും. ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞൂന്ന് കാണുമ്പോൾ അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഇതിപ്പം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത് കണ്ടോ കളറ്. ഇനിയിപ്പം നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റിയിട്ട് അടുത്തതും ഇതേപോലെ അങ്ങനെ അങ്ങ് പൊരിച്ചെടുക്കാം. അങ്ങനെ പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ പൊരിക്കാനായി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഫില്ല് ചെയ്യാനുള്ള സമയമായിട്ടില്ല. അതിനിടയ്ക്ക് ഞാനിപ്പോൾ ഒന്ന് പച്ചരി അരച്ചെടുക്കട്ടെ. അരക്കുമ്പം പച്ചരിയും ചോറും തേങ്ങയും കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് തേങ്ങ എന്ന കണക്കിനാണ്. അപ്പം നമ്മളിപ്പം 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് ആ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറ് എടുക്കുക, അതിൻ്റെ 1/4 കപ്പ് തേങ്ങയും എടുക്കുക. ഇനി തേങ്ങ ഇല്ലാണ്ട് വെറും ചോറും പച്ചരിയും മാത്രം ആക്കിയിട്ട് അങ്ങനെയും ഈ ഒരു പത്തിൽ ചുട്ടെടുക്കാം. അപ്പോൾ അതാകുമ്പം നല്ല വൈറ്റ് കളറിൽ കിട്ടും. തേങ്ങ ചേർക്കുമ്പം കുറച്ച് തേങ്ങൻ്റെ ആ ഒരു കളറൊക്കെ വരും. ഇനി അതല്ല, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അരക്കുന്നേരം അളവിന് കണക്കായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. അപ്പം ഞാനിപ്പം കണക്കാക്കി വെച്ചിട്ടുള്ള പച്ചരിയും ചോറും തേങ്ങയും ആണ് എടുത്തത്. അത് മിക്സീൻ്റെ ജാറിലേക്ക് 1 2 ബാച്ചാക്കി എടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തതും കൂടെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ മിക്സി കഴുകിയിട്ട് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എന്താ പറയുക, ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. നമ്മുടെ ഉഴുന്ന് ദോശൻ്റെ കണക്കിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ല, അതിലും കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഇതിൽ വേണ്ടത്. ഇതേപോലെ. ഇനിയിപ്പോൾ ഇത് ചുട്ടു നോക്കിയിട്ട് അഥവാ നമുക്ക് വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ അതിനിടക്ക് ഈ ബ്രെഡ് പോക്കറ്റ്
ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഒന്ന് തന്നെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഹോളിട്ട് കൊടുത്തിട്ട് അതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഹാഫായിട്ടാണ് എടുക്കുന്നത്. ഞാനിതാ കണ്ടോ ഓപ്പണായിട്ട് വരുന്നത് ഇങ്ങനെ തന്നെ വന്നോളും എല്ലാം. അപ്പോൾ പൊരിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഉള്ളുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം മസാല കുറച്ച് ഇതിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് അല്ലാണ്ട് ഈ ഒരു ബ്രെഡിൻ്റെ കൂട്ട് വെച്ചിട്ട് നിങ്ങളോ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. ഈ റമദാനിന് തന്നെ അടിപൊളിയാണ്. എന്താ പറയുക, നല്ല ആ ഒരു റവയും കൂടി വന്നപ്പം നല്ലൊരു ക്രഞ്ചി ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സോഫ്റ്റ്നെസ് നന്നായിട്ടുണ്ട്. അങ്ങനെ പോക്കറ്റൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഡ്രിങ്ക് ഉണ്ടാക്കേണ്ട ഒരു പണിയാണ്. അപ്പോൾ അതിനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം പാലും പഞ്ചസാരയും ഒരു ബൗളിൽ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. എത്ര മധുരം വേണോ അതിന് കണക്കായിട്ടുള്ള പഞ്ചസാര, ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഫ്രൂട്ട്സ് ഞാനിപ്പം ആപ്പിളും മാങ്ങയും അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് സമയം ഞാൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അതെന്തായാലും കളർ കുറച്ച് ഫെയ്ഡ് ആവും. അപ്പോൾ കളർ അങ്ങനെ ഫെയ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു നാരങ്ങ മുറി അങ്ങ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് കളർ അങ്ങനെ അങ്ങ് മാറിപ്പോവില്ല. അപ്പോൾ ഇനിയിപ്പം ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെറ്റാക്കുന്നുണ്ട്. ഓരോ ലെയറായിട്ട് ഓരോന്നും വെച്ച് കൊടുത്തിട്ട് പിന്നെ പാലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിപ്പം റെഡ് സാബൂൻ ഒരു 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ സാബൂൻ ഒരു 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ആപ്പിൾ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാങ്ങ, പിന്നെ കുറച്ച് കസ്കസ്. അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു ലെയർ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 2 ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ചെറിയ പഴം, നേന്ത്രപ്പഴമൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ നമുക്ക് കിട്ടുന്നത്, മുന്തിരി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, വത്തക്ക ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് കിട്ടുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ തന്നെ എന്തായാലും നമ്മുടെ ഒരു ഫാലൂദയൊക്കെ കുടിക്കുന്ന പോലെ ഐസ്ക്രീം ഇല്ലാന്നേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇതിപ്പം ഈ ഗ്ലാസ്സിൽ 2 ലെയറായിട്ട് ഫ്രൂട്ട്സും കസ്കസും സാബൂനും ഒക്കെ ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പം അടിയിലേക്ക് അങ്ങ് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ പാലും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസ്കസും കുറച്ച് മാംഗോ സ്ലൈസ് ചെയ്തതും അതുപോലെ ആപ്പിളും പിന്നെ നമ്മൾ ആ ഒരു 2 കളറിലുള്ള സാബൂനും ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിൽക്ക് ഫാലൂദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ഡ്രിങ്കാണ്. നോമ്പിന് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് തന്നെയാണ്. എന്തായാലും വീട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇല്ലാണ്ടിരിക്കുമല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു ഈത്തപ്പഴമെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് പുറത്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മിക്സാക്കിയിട്ടും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും മിക്സാക്കിയതിലേക്ക് എല്ലാം കൂടെ ഒന്നിട്ടിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അതായത് നമ്മുടെ ആ ഒരു 2 കളറിലുള്ള സാബൂനും ഫ്രൂട്ട്സും ഈ കസ്കാസും എല്ലാം കൂടെ ഒന്നങ്ങ് ഇട്ടിട്ട് പാലിൽ മിക്സാക്കി കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ആ ഒരു സ്ട്രോബെറീൻ്റെ കളറ് കുറച്ച് കൂടുതലാണ്, ആ ഒരു സാബൂനരി കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ കളറാണ് ഈ ഒരു പിങ്ക് കളറ് വന്നത്. കളറ് വന്നത് നല്ല അടിപൊളിയായി, കുടിക്കാനും നല്ല അടിപൊളി ടേസ്റ്റായി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഡ്രിങ്കാണ്. ഈ ഒരു നോമ്പിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മിൽക്ക് ഫാലൂദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്യുക. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ഡ്രിങ്കാണിത്. കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു സാധനം തന്നെയാണ്. അങ്ങനെ ഫാലൂദയൊക്കെ പണി അവിടെ കഴിഞ്ഞു. ഇനിയിപ്പം പത്തിൽ ചുടണം. അപ്പോൾ പത്തിൽ ചുടാൻ ഞാനിപ്പം ദോശൻ്റെ കല്ലിങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോ തവിയായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടുള്ള, തേങ്ങ ചേർക്കുമ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയായിട്ട് കിട്ടും. ഇനി ഇതിങ്ങനെ പരത്തിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം, മൂടി വെക്കാം. അപ്പം നമ്മൾ പറയുന്ന മൂടിപ്പത്തിലായി. പിന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കണം എന്നില്ല, നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ മേലെയൊക്കെ നന്നായിട്ട് ആറി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല.
പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പാച്ച് വർക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതും അങ്ങനെ നടത്തി കൊടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ എണ്ണ തടവി കൊടുത്തിട്ട് ചുട്ടെടുക്കാം. തേങ്ങ ചേർത്തത് കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് ഏത് കറീൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്നത്തെ നോമ്പുതുറൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. മഗ്‌രിബിനോട് കൂടി തന്നെ നമ്മുടെ എല്ലാ പണിയും പൊതുവേ നോമ്പിന് കഴിയും. നോമ്പിനെന്നല്ല എല്ലാപ്പോഴും മഗ്‌രിബോട് കൂടി തന്നെ എല്ലാ പണിയും കഴിയും. നാസ്തൻ്റെ പണിയൊക്കെ കഴിയും. രാത്രി പിന്നെ അധികം കിച്ചണിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നോമ്പിന് മഗ്‌രിബിൻ്റെ സമയമാകുമ്പോഴേക്കും നാസ്തയടക്കം എല്ലാ പണിയും കഴിയും. എന്നിട്ടെല്ലാം ടേബിളിൽ അവിടെ സെറ്റാക്കി വെക്കും. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ഈത്തപ്പഴവും ഈ പറഞ്ഞ ഡ്രിങ്ക് എന്തെങ്കിലും ഉണ്ടാവും, ചായയും സ്നാക്സ് എന്തെങ്കിലും ഒരുമാതിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ തന്നെ വയറ് ഏകദേശം ഫുള്ളായ പോലെയാണ്. പിന്നെ വന്ന് നിസ്കരിച്ച് ഓതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നാസ്ത കഴിക്കും. അതല്ലെങ്കിൽ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാസ്ത കഴിക്കാൻ. പിന്നെ അത്താഴത്തിനേക്കാണ് ഭക്ഷണം. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് നോമ്പ് തുറക്കുക? എല്ലാം ഒരുമിച്ചിട്ട് കൊണ്ടാച്ചിട്ട് അങ്ങനെയാണോ നോമ്പ് തുറക്കുക? അതല്ലെങ്കിൽ നിസ്കരിച്ച് വന്നിട്ട് സമാധാനത്തിൽ തിന്നാറാണോ പതിവ്? അതെങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. ഇനിയും അങ്ങോട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പീസും റമദാൻ വ്ളോഗ്സും ടിപ്സും ട്രിക്സും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.